അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് വേളാങ്കണ്ണിക്ക് പോവാണ്. ഇപ്രാവശ്യം പുതിയൊരാളോട് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ വേളാങ്കണ്ണിക്ക് പോകാൻ. അപ്പോൾ ട്രെയിൻ യാത്ര, അതെ, നമ്മുടെ എലിനക്കുട്ടിയുടെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. അപ്പം ഞങ്ങൾ ഇപ്പം മുക്കട റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്. എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. അതെ, സുബിന് പപ്പയും മമ്മിയൊക്കെ ഒരു 6 മാസത്തിന് മുമ്പ് പോയത് കൊണ്ട് അപ്പോൾ അവർ വരുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേളാങ്കണ്ണി കാണാം. ഇങ്ങനെ നമ്മൾ ട്രെയിൻ കയറി കൊണ്ടുവിട്ടു. നമ്മുടെ എല്ലാം കൂടെ ഇരിക്കുന്നത് കണ്ടോ, പേടി ചന്തം വിട്ടിരിക്കുവാന്നോ. നമ്മള് മുട്ട അടിക്കാനൊക്കെ പോവാണ്, അതുകൊണ്ട് അവസാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് കെട്ടാൻ പോവുക. അതെ അതെ, ഇത് മുടി വെട്ടാനും സംഭവിക്കും തോന്നില്ല പോയി കഴിച്ചിൽ കണ്ടിട്ട്. മുടി കെട്ടി വെക്കട്ടെ മോളെ, സുന്ദരിയാവണ്ടേ? നമുക്ക് എത്ര മാസം കഴിഞ്ഞിട്ടാ മുടി കെട്ടാൻ പറ്റുന്നേ? നല്ല നോക്കുന്ന നമ്മളെ ഹായ് പിടിച്ചോ, അങ്കിളിൻ്റെ ആന്നേ. Are you ready? റെഡിയാ. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിയിൽ നമ്മുടെ ട്രെയിന് 5:40 എത്തുമെന്ന് പറഞ്ഞെങ്കിലും 5:20 നമ്മളെത്തി. പിന്നെ നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ മോർണിംഗ് ഗ്ലോറി പള്ളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ മലയാളം മാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ കുറേ പള്ളികളുണ്ട്, അതെല്ലാം കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. നമ്മളെ കൈകൂപ്പി പ്രാർത്ഥിക്കും. മാതാവ് അയ്യോ, മാതാവിനെ പ്രാർത്ഥിച്ച്, മാതാവേ കാത്തോളണേ, എല്ലാം മോളെ കാത്തോളണേ, പപ്പയും മമ്മയും കാത്തോളണേ, അപ്പച്ചന്മാരെ കാത്തോളണേ, അങ്ങോട്ട് പ്രാർത്ഥിച്ചേ. മീൻ കുരിശ് വരച്ചേ, കുരിശ് വരയ്ക്ക്. ഇനി മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വേളാങ്കണ്ണി വരുന്ന തീർത്ഥാടകരായ മലയാളികൾക്ക് അവരുടെ സൗകര്യത്തിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഇവിടെ മാസ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥിച്ച് യേശുപ്പച്ചനെ കണ്ട് പ്രാർത്ഥിച്ച് കാത്തോളണേ. അങ്ങനെ 9 മണിയുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇവിടെ വന്നിട്ടൊരു മലയാളം കുർബാന കാണാൻ പറ്റിയില്ല. നല്ല അനുഗ്രഹപ്രദമായിരുന്നു കുർബാനയൊക്കെ. ഇനി നമ്മളിനി അടുത്ത ചർച്ചിലോട്ട് പോകാൻ. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പള്ളിയുടെ കപ്പാസിറ്റി. 1000-ലധികം ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു ഈ കുർബാനയെ സംബന്ധിച്ചത്. വളരെ ഒരു അനുഗ്രഹമാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഇന്നൊരു കുർബാന ഒരു പള്ളിക്കകത്ത് നിന്ന്. സാധാരണ ഇവിടെ നോക്കിയാലും പള്ളിക്ക് വെളിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാണ് ഇത്. ദിവസം ഓരോ ദിവസമുള്ള ഒരു സ്ട്രെങ്താണ് ഈ കാണുന്നത്. പ്രത്യേകം ഒരു ഉത്സവത്തിൻ്റെ ഇതല്ല, മാതാവിൻ്റെ നോയമ്പൂടാണ്, അതുകൂടെ കൊണ്ടായിരിക്കാം. എന്തായാലും നല്ല റഷുണ്ട്. ഈ മണ്ണിലൂടെ ആൾക്കാർ ഏകദേശം 1 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കുരിശിൻ്റെ പാതയിലൂടെ ഇങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കുക, അല്ലേ, ഇഴഞ്ഞ് അവിടെ ചെല്ലുന്നവരുടെ സ്വന്തം കാര്യസാധ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഓരോ നേർച്ചകൾ ഫലിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം. അത് എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ. പതിനാറാം നൂറ്റാണ്ടിൽ മാതാവ് ഒരു പാൽക്കാരന് പ്രത്യക്ഷപ്പെട്ടതാണ്. അതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ച് എല്ലാ ദിവസവും പാൽ കൊണ്ടുപോകും. ഒരു ദിവസം ഒരു അമ്മൂമ്മ വന്നിട്ട് എനിക്ക് മോളെ ദാഹിക്കുന്നു,
പാല് കൊടുക്കാമെന്ന് വെച്ച് കൊടുത്തു. അത് മൊത്തം മാതാവ് കുടിച്ചു തീർത്തു. മാതാവെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ അവൻ തിരിച്ച് ചെല്ലിയപ്പോൾ വീട്ടുകാർ അടിക്കുമെന്നുള്ള പേടിയുണ്ടോ വലിയ ചോദിച്ചത്. അവിടെ ചെന്നപ്പോഴത് നിറച്ചു മതി. അങ്ങനെ ഇതായിട്ടൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് കെട്ടിയതാണ് ഈ ടാങ്ക്, ലേഡീസ് ടാങ്ക് എന്ന് പറയുന്നത്. ലേഡീസ് ടാങ്ക്. വെള്ളം ഫ്രീ ആണ്. ബോട്ടിൽ 25 രൂപ ഒരെണ്ണത്തിന്. ഇവിടുത്തെ കിണറിലെ വെള്ളം ഹോളി വാട്ടർ. കരയാതിരിക്കുന്നുണ്ട് എന്തായാലും. ഇത് കുട്ടിയുടെ തലരോഗം, മറ്റൊരു കുടുംബം, കുട്ടി ഹെൽത്ത് സമാധാനം, കുടുംബ സമാധാന ബൈബിൾ. തല ഒഴിഞ്ഞു മുമ്പ് തല ഒഴിച്ച് കവലിടും. വേറെ നേർച്ചുണ്ട്. അവരുടെ കൈ, കാല്, കണ്ണ്, കുടുംബം, വീട്, ജോബ്, ബിസിനസ്, മാരേജ്, സ്റ്റഡീസ്, മറ്റേ കുടുംബ സമാധാന ബൈബിൾ എല്ലാം ഉണ്ട്. വീട് പണി കുടുംബത്തിന്റെ ഒരു നേർച്ച അവർ പറഞ്ഞില്ലായിരുന്നു. എടുക്കായിരുന്നു. കുടുംബത്തിന്റെ ഒരു നേർച്ച അമ്മ പറഞ്ഞു. അതിവിടെ എടുക്കാനോ? ഓർഡർ വേണമോ? ഇത് പൈസ കൊടുക്കണം. ഇത് തിരി 6 ഉണ്ട്, 4 കത്തിക്കണം, 2 വീട്ടിൽ. 6 ഉണ്ട്, 4 കത്തിക്കണം, 2 വീട്ടിൽ. ഇതെന്ത് പൈസ? ഇതെല്ലാം അങ്ങ് കൊടുത്തേക്കട്ടെ. ഇഷ്ടപ്പെടും മേടിച്ചില്ല. ഞങ്ങൾ കടലിൽ കളഞ്ഞോളാം. ഇത് ഇഷ്ടപ്പെടും മേടിക്കണം. ഇതൊന്നും പൈസ ഒന്നും തരത്തില്ലേ? ചുമ്മാ അതെല്ലാം വേലകള്. ആ, ചന്ദനത്തിന് കാശില്ലല്ലോ. ആ, ബാക്കി താഴെ വെച്ചിട്ട് പോകാം. ഒന്നുമല്ല, ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. നിങ്ങൾക്കെല്ലാം ഒരു അമ്ലി പറ്റാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ അവിടെ നിന്ന് മുട്ട അടിച്ചിട്ട് ഇറങ്ങി. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അപ്പുറത്ത് വേറൊരു കടയുണ്ട്, അവിടെ ചന്ദനം പോയി തേച്ചാൽ മതി, ഫ്രീ ആണ്. ഞങ്ങൾ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ഒരു ബക്കറ്റ് പിടിപ്പിക്കും. ഒരു ബക്കറ്റും തന്നു. എന്നിട്ട് ബക്കറ്റ് എന്തോ കടലിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കാൻ പറ്റും. ബക്കറ്റ് തന്നിട്ട് അവിടെ ഒരു കടയുണ്ട്, ഒരു എന്താണ് മദർ മേരിയുടെ ഒരു കടയുണ്ട്. അങ്ങോട്ട് ചെന്നാൽ അവർ ചന്ദനം തേച്ച് തരും. പിന്നെ അതുപോലെ മാതാവിൻ്റെ രൂപമൊക്കെ തരും. അത് പള്ളിയിലിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ചെന്നു, ഇതെല്ലാം നടത്തി മുട്ട ചന്ദനമൊക്കെ തേച്ചു, നമുക്ക് രൂപമൊക്കെ തന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ മുടി കവറിനകത്താക്കി തന്നു. അപ്പൻ്റെ അമ്മയുടെയും പേരും ഒക്കെ എഴുതി തന്നിട്ട് കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് വലിയ നേരത്തെ ഒരു സംഖ്യയൊക്കെ എഴുതി നമ്മളെ ഒന്ന് കാണിച്ചു. അപ്പോൾ 580 രൂപ ഫ്രീ ആണെന്ന് പറഞ്ഞു വിട്ടേ തന്നെ. 580 രൂപ. ഞങ്ങളാകെ എന്താണ് അന്തം വിട്ടുപോയി. അപ്പം നമ്മൾ ചോദിച്ചു, അവസാനം പറയാം അത് അടച്ചു വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് നിൽക്കുക. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ആ രൂപങ്ങളൊന്നും വേണ്ട, പിന്നെ ഇത് ചന്ദനം തെച്ചിന് ഫ്രീ ആന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം നമ്മളങ്ങ് തിരിച്ചു കൊടുത്തു. വെറുതെയാണ്, എല്ലാം ഫ്രീ എന്ന് പറയും. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രീ ആന്ന് പറയും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ അമ്മളിയൊന്നും പറ്റാതിരിക്കുക. ഒഴിഞ്ഞു വീഴുന്നു. വേളാങ്കണ്ണി ബീച്ചിലും എത്തി അല്ലേ? ബീച്ചിലും എത്തി. എങ്ങനെയുണ്ട് ബീച്ച് കണ്ടിട്ട്? നല്ല കുളിസീനുകൾ. വേളാങ്കണ്ണി പള്ളി വന്നവരെല്ലാം കുളിക്കുന്നുണ്ട്. എന്തായാലും കുളിക്കുന്നൊന്നുമില്ല. നമുക്കിനി പള്ളിയിലൊക്കെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കാം. നല്ല വെയിലാണ് അല്ലേ? ഒടുക്കത്തെ വെയിലാണ് അവിടെ. യാത്രയും ഇന്നത്തെ വെയിലൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ക്ഷീണമായി. നാട്ടിൽ നല്ല മഴ, ഇവിടെ നല്ല വെയിൽ. നമ്മൾ കുടയൊക്കെ പിടിച്ച് നിൽക്കുക. നമ്മൾ ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള ഹോട്ടൽ ദ്രാവിഡയിലാണ് വന്നത്. ഇതൊന്നും ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ തിരക്കുണ്ട് ഇല്ലയോ? ഇവിടെ വന്നവരൊക്കെ പറഞ്ഞാൽ നമ്മൾ ദ്രാവിഡയിൽ കയറി കഴിക്കണമെന്നാണ്. അപ്പം അങ്ങനെ കയറി കഴിച്ചപ്പോൾ ഇവിടെ ഉത്സവത്തിൻ്റെ ആളുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ്. വെയിറ്റ് ചെയ്ത് ഇരുന്ന് എന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അല്ലേ? എല്ലാവരും ഫിഷ് കറി മീൽസ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിക്കാം. നല്ല അയിലക്കറിയൊക്കെ കണ്ടല്ലേ? ഓരോ അയിലക്കറി ചുറ്റിനും കുറേ കറികളൊക്കെ ഉണ്ട്. ഒടുക്കത്തെ ചൂട്. നമ്മുടെ നാട്ടിലാണെങ്കിലും മഴയും പ്രളയവും ഒക്കെ നടക്കുന്നു. ഇവിടെ കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്നു.
കണ്ണ് തുറക്കാൻ പറ്റും. എന്താ അതിൻ്റെ കൂടെ ഈ വൈറ്റ് പെയിന്റ് കൂടെ ആയതുകൊണ്ട് നല്ല ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കണ്ണിലോട്ട് അടിച്ചോണ്ടിരിക്കുക. ഷൂ ഒന്നും ഇടാതെ തറയും അയ്യോ ചെരുപ്പിടാതെ കാലുകുത്താൻ പറ്റത്തില്ല കേട്ടോ. ചെരുപ്പ് ഇച്ചിരി നേരം ഊരി ഇട്ടിട്ട് നമ്മൾ ഓടിയില്ലേ, കുടയൊക്കെ പറന്നു പോന്നു. നമ്മുടെ എല്ലക്കുട്ടി ഉറങ്ങി. ഒട്ടത്തല വെയിലുള്ള നോക്കണേ. വേളാങ്കണ്ണി പള്ളി എപ്പം വന്നാലും ഇങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇവിടെ അന്ന് വന്നപ്പോഴും പണി നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും താണ്ട ഇങ്ങനെ പണി നടക്കുക. എല്ലാം നല്ല പ്യുവർ വൈറ്റാണ്, അത് തന്നെ കാണാനൊരു ഭംഗി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പള്ളിയിൽ ഒന്ന് അകത്ത് കയറിയിരിക്കാന്ന് വന്നപ്പോഴത്തേക്കും പള്ളി അടച്ചില്ലേ അമ്മേ? എനിക്ക് തോന്നുന്നു കുർബാനയുടെ സമയത്തായിരിക്കും തുറക്കുന്നത്. അടുത്ത കുർബാനയുടെ സമയത്തിനും തുറക്കുമായിരിക്കും. വൈകുന്നേരം തുറക്കുമായിരിക്കും. ഓരോരോ ടൈമിംഗ് ഉണ്ടല്ലോ. നമ്മളെല്ലാം പള്ളിക്കകത്തെല്ലാം കയറി കഴിഞ്ഞില്ലേ, തിരിച്ച് പോകുന്നേരം ഒന്നുകൂടെ കയറാന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു, പക്ഷേ അപ്പോഴത്തേക്ക് അടച്ചു കഴിഞ്ഞു. എല്ലാവരും ക്ഷീണിച്ചു, ഇവിടുത്തെ വെയിലും ഉണ്ട്, അത്രയ്ക്കും വെയിലാണ്. നല്ല വെയിലാണ്. നിൽക്കുന്നുണ്ടല്ലേ കുടയും ചൂട് ഇങ്ങനെ നിൽക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ കുടയും ചൂടി നടക്കുന്നത്, കൂടുതൽ ആൾക്കാരും കുട ഇല്ലാതെ ആൾക്കാർക്കൊന്നും ഈ ചൂടൊന്നും അത്ര പ്രശ്നമല്ലെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളാങ്കണ്ണി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാത്തിരുന്നല്ലേ 2 മാസം കൊണ്ട്. ശരിക്കുമല്ല, നാട്ടിൽ ചെല്ലുന്നത് വരെ വേളാങ്കണ്ണി യാത്ര അല്ല. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു നമ്മൾ തിരികെ പോവുക. ഇന്നലെ എല്ലാം നമ്മൾ സമാധാനത്തെ കയറി കണ്ടു. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു പ്രാവശ്യം ഇല്ലയോ? ഇഷ്ടം പോലെ സമയം. എല്ലാം കുട്ടിയെ മൊട്ടയടിച്ചു. ചുറ്റിന് മുടി എന്തേ? അമ്മയുടെ മുടി. അമ്മയുടെ മുടിയുണ്ട്. അപ്പം നമ്മുടെ ട്രെയിനൊക്കെ ഇവിടെ റെഡിയായി കിടക്കുകയാണ്. നമ്മൾ വന്ന ട്രെയിൻ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര ഇനി തുടരാം ഇല്ലയോ, നാട്ടിലേക്ക് തുടരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.